നമസ്കാരം ഫ്രണ്ട്സ്. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ പോർട്ട്ഫോളിയോ കാണുന്നതാണ്. എൻ്റെ ഇതുവരെയുള്ള ഹോൾഡിങ്സാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത്. ഞാൻ 1500 വെച്ച് 3 മാസമായി വിടുന്നു. അതിൻ്റെ പോർട്ട്ഫോളിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റഡ് 4373 രൂപ .49 അപ്പം നമ്മൾ 1500 വെച്ച് 4500 രൂപയാണ് ഇട്ടേക്കണേ. 3 മാസമായി ഇട്ടു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ പൈസ ഇട്ടു. അപ്പോൾ 4500 രൂപ. അപ്പോൾ അതിൽ ചാർജ് കുറച്ച് പൈസ കയ്യിലുണ്ട്, 30 സംതിങ് എവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ. ഇൻ കേസ് ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. 4500 ഇട്ടു. 4373 ഡെപ്പോസിറ്റ്. മറ്റേത് ചാർജ് ബാക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറണ്ട് ബാലൻസ് 4332 മൈനസിൽ തന്നെയാണ് കിടക്കുന്നത്. ടോട്ടൽ റിട്ടേൺ നോക്കുന്നതുകൊണ്ട് -0.91 ആണ്. മാർക്കറ്റ് ഇപ്പോൾ ലൈവായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് കുറച്ച് പ്ലസ്സാണ് വന്നേക്കണേ, 0.23. എന്തെങ്കിലും ആവട്ടെ, അതെന്തായാലും നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഇപ്പോഴേ നോക്കുന്നൊന്നുമില്ല, നമ്മൾ പിന്നെയുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് നോക്കാം. ലോ വാല്യൂ മുതൽ നോക്കാം. ഗോൾഡ് നമ്മൾ 162 ഷെയർ വാങ്ങി. ആവറേജ് 167. ഹൈ ടു ലോ നോക്കാം, നല്ലത്. ബാങ്ക് ബീസ് നമ്മൾ വാങ്ങിയത് കഴിഞ്ഞ വീഡിയോസ് കണ്ടാൽ നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്നും എത്ര വാങ്ങിയെന്നൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ബാങ്ക് ബീസ് 2 ഷെയർ, ആവറേജ് പൈസ 1162. ഇപ്പോൾ കറൻറ്റ് പ്രൈസ് റെഡി കാണുന്ന 1121.52 നഷ്ടത്തിനാണ്. പിന്നെ പ്രകാശ് പൈപ്പ് 3 ഷെയർ വാങ്ങിയിട്ടുണ്ട്. അത് ഡൗൺ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ എന്തായാലും പ്രകാശ് പൈപ്പ് അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്കൊന്നും അങ്ങനെ ഇതാവുന്നില്ല. ഒരു വാങ്ങിയതിനേക്കാൾ ഒരു 15 മുകളിലൊക്കെ പോകുമ്പോഴത്തേനും അത്ര ശതമാനമൊക്കെ വയ്ക്കുന്നുള്ളൂ. ബാങ്ക് ബീസ്, നിഫ്റ്റി ബീസൊക്കെ പോലെ അങ്ങനത്തെ ഒരു കമ്പനി അല്ലാത്തതുകൊണ്ട്. പിന്നെയുള്ളത് സിർമ 735 വാങ്ങി 865. ഇപ്പോൾ ലാഭത്തിലാണ് ഇരിക്കുന്നത്. നിഫ്റ്റി ബീസ് 565 വാങ്ങി 2 ഉണ്ട്, 560. അത് നഷ്ടത്തിലാണ്, ചെറിയ പൈസ. കാസ്ട്രോൾ ഇന്ത്യയും സിർമ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ വയ്ക്കും. 15 അല്ല, അതിന് മുകളിലായിട്ട് പോകുന്ന രീതിയിൽ വയ്ക്കും. അല്ല ഒരുപാട് ഫ്യൂച്ചറിലേക്ക് ചിലപ്പോൾ വയ്ക്കില്ല. ചിലപ്പോൾ കുറേ ഒരു 50 അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും 15 മുകളിൽ എന്തായാലും വയ്ക്കും. 20 25 വരെയൊക്കെ എന്തായാലും വയ്ക്കും. കാസ്ട്രോൾ അങ്ങനെ, അതും നഷ്ടത്തിൽ 420. ആവറേജ് പൈസ 394 ഉള്ളൂ. സിൽവർ 227 ആവറേജ് പ്രൈസ് വാങ്ങിയേക്കണേ. പക്ഷേ 245 ആയിട്ടുണ്ട്. സിൽവറൊക്കെ പെട്ടെന്ന് കയറി പോകുന്നുണ്ട്. ഗോൾഡും അതുപോലെ തന്നെ 167, 179. റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഓർഡറിൽ കൊടുക്കാം, ലോഞ്ച് കൊടുക്കാം. പ്രകാശ് ഇപ്പോൾ 10% നഷ്ടത്തിലാണ്. കാസ്ട്രോൾ 6% നഷ്ടത്തിലാണ്. ബാങ്ക് ബീസ് 3% നഷ്ടത്തിലാണ്. നിഫ്റ്റി ബീസ് 0.1% നഷ്ടത്തിലാണ്. ഗോൾഡ് 7% ലാഭമാണ്. സിൽവറും 7% ലാഭമാണ്. സിർമ 17% ലാഭമാണ്. അപ്പോൾ അങ്ങനെയാണ് എന്തായത് പ്രകാശ് പൈപ്സ് ഇപ്പോഴും ഡൗൺ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എന്നാലും അത് കയറുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഇരിക്കുന്നത്. കാസ്ട്രോൾ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെയാണ് ഇത്. നമ്മളെന്തായാലും ഫ്യൂച്ചറിലേക്ക് നോക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ചിലവർ പറയുന്നത് കേൾക്കാം, അങ്ങനെ ഇപ്പോൾ പൈസ ഇപ്പോഴല്ലേ ചിലവാക്കണ്ടേ എന്നുള്ള അങ്ങനെ ഒരു ഇത്. അപ്പം നമ്മളിപ്പോൾ ഗോൾഡ് വാങ്ങി, ഒരു സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ എന്താ ചെയ്യണേ, അതും ഇങ്ങനെ ഇതുപോലെ വച്ചേക്കുവാണ്. അത് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. വർഷങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ സെയിൽ ചെയ്യാന്നുള്ള ഇത് തന്നെയാണ് വച്ചേക്കണേ. അപ്പോൾ അതേ ഒരു ഇത് തന്നെ ഇതിനൊന്നും ഓർത്താൽ മതി. നമുക്ക് ആവശ്യം വരുമ്പോൾ അതും സെയിൽ ചെയ്യും, ഇതും അന്നേരം. ഗോൾഡ് കൊണ്ട് നമ്മളിപ്പോൾ എന്താ ഗുണം കിട്ടണേ? ആ പൈസ അതേ അവിടെ സ്റ്റക്കായിരിക്കുമല്ലേ ഗോൾഡിൻ്റെ ആ പൈസ. പിന്നീടല്ലേ അത് സെയിൽ ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഇതുള്ളൂ. അത് സെയിൽ ആരും ചെയ്യുന്നില്ല. കുറേ നാളെല്ലാവരും തന്നെ ഗോൾഡ് ഇങ്ങനെ എടുത്തു വച്ച്
അങ്ങനെയാണല്ലോ. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഓരോ ആഴ്ചയിലും ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. പോർട്ട്ഫോളിയോ കണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരു ആവുള്ളൂ. പോർട്ട്ഫോളിയോയുടെ അനാലിസിസാണ്. ഇത് പിന്നെ ഇങ്ങനെ നോക്കിയോണ്ട് വലിയ കാര്യമില്ലെന്ന് തോന്നുന്നു. ഞാനിത് നോക്കാറൊന്നുമില്ല അങ്ങനെ. മൈനസ് ഓള് നോക്കുകയാണെങ്കിലും വർഷത്തെ പൈസ ഓരോ മാസം ഇടുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ കൂടി ഇങ്ങനെ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. എന്നാലാണ് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിലും കൂടുതൽ വീഡിയോസിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ ഇതാവുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടാൽ എന്തെങ്കിലും എല്ലാവരും ഒരുപാട് പേര് കാണുന്നില്ല എന്ന് എനിക്കറിയാം. പതിയെ ആയിരിക്കും ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിലായാലും കാണുമ്പോൾ അവർക്ക് കൂടെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് വീഡിയോ തൊട്ട് കാണുമ്പോഴായിരിക്കും ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് പ്രകാശ് പൈപ്പിൻ്റെ ഹോൾഡിംഗ് ഡീറ്റെയിൽസ്. ഓർഡർ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ എന്നൊക്കെ വാങ്ങി എന്നൊക്കെ അറിയാം. ജൂലൈയിൽ വാങ്ങി, ഓഗസ്റ്റിൽ വാങ്ങി, സെപ്റ്റംബറിൽ വാങ്ങി, 394 ആദ്യം വാങ്ങി, പിന്നെ 368 വാങ്ങി, പിന്നെ 330 വാങ്ങി. ശരിക്കും ഇങ്ങനെ കുറച്ച് റിസ്ക്കാണ് ഈ സംഭവം, പ്രകാശ് പൈപ്പ് ഇങ്ങനെ ചെയ്തേക്കണേ. പക്ഷെ എനിക്ക് കുഴപ്പമില്ലാത്തൊരു, ചെക്ക് ചെയ്തിട്ട് വലിയ പ്രശ്നമില്ല. അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. ഇനി നോക്കാം. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് ഈ വീഡിയോയിൽ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യാം. ആഡഡ് വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിലും ആരും പറയുവാണെങ്കിൽ ചെയ്യാം ഫ്യൂച്ചറിലും. അങ്ങനെയൊക്കെ സബ്സ്ക്രൈബർ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ എൻ്റെ സ്വന്തം ഇതിലൊരു എനിക്കും പിന്നെ ഒന്ന് ഫ്യൂച്ചർ ചെയ്ത് കാണുമ്പോൾ ഒരു ഇതാവും. എന്തായാലും നിങ്ങളും ചെയ്ത് നോക്കുക, കാരണം ലാഭമായിരിക്കും എന്തായാലും. ഞാൻ തന്നെ ഇതിപ്പോൾ കുറേ പേരോട് പറഞ്ഞ് എനിക്ക് ഇതിപ്പോൾ ഇപ്പോൾ തുടങ്ങിയതുള്ളൂ ചെപ്പ് വേറൊരു അക്കൗണ്ടിൽ. ഇതിപ്പോൾ എനിക്ക് പണ്ട് ഇങ്ങനെ ചെറിയ പൈസയാണെങ്കിൽ എനിക്ക് നല്ല ശതമാനം, എനിക്കൊരു 50 മുകളിൽ തന്നെ ലാഭം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഷോർട്ട് ടൈമായിട്ട് ചെയ്തതിൻ്റെ ഇതാണ്. ഒരു വർഷം തന്നെ 50 കിട്ടിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല തന്നെ കയറാൻ പറ്റും. അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറയുന്ന പോലെ വെറുതെ സ്റ്റോക്ക് മാർക്കറ്റ് അത് ഇതെന്ന് പറഞ്ഞിട്ട് നല്ലത് ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചു തരുന്നതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. ഒരാൾ ഇത് കണ്ടിട്ട് ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ ഇത് കാണുമ്പോൾ ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ചിലവർ എല്ലാവരും കാണുന്നത്. അപ്പോൾ അടുത്ത വർഷം പണ്ടത്തെ എടുത്ത് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്കൊരു വിശ്വാസമാവുമല്ലോ. അപ്പോൾ അടുത്ത വർഷം തുടങ്ങിയാലും മതി നിങ്ങൾ. അതിൻ്റെ അടുത്ത വർഷം നിങ്ങൾക്കും ചെറിയ രീതിയിൽ ലാഭമാക്കാൻ പറ്റും. ഇതിപ്പോൾ നോക്കൂ, ഇതിനകത്തൊക്കെ ഞാൻ ആവറേജ് ചെയ്യും. ഇനി അടുത്ത മാസം ഏതാണോ കുറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഞാൻ ആവറേജ് ചെയ്യും. എന്നിട്ട് അത് കയറുമെന്ന വിശ്വാസത്തിൽ നമ്മളൊരു വിശ്വാസത്തിലേക്ക്. പ്രകാശ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കണേ. അപ്പോൾ അത് നമ്മൾ ഇത്രയും സ്റ്റോക്ക് ഇപ്പോൾ കയറി പോകുന്നുള്ളതുകൊണ്ട് ആ ഒരു സ്റ്റോക്ക് ഓരോരുത്തർക്ക് നമ്മൾ അതിട്ടെടുക്കും. പക്ഷെ അത് ഒന്നാമത് പ്രകാശ് പൈപ്പ് നമ്മൾ ഒരുപാട് ഹോൾഡ് ചെയ്യണ കമ്പനിയും അല്ല. 15% ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഡൗൺ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന് മുകളിലും 15 + 11 ചിലപ്പോൾ 25% വരെ ലക്ഷ്യം വയ്ക്കാം. ഇപ്പോൾ ടെക്നിക്കലൊക്കെ വെറുതെ ഇങ്ങനെ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുക സിമ്പിളാണല്ലോ. നിങ്ങൾക്ക് തോന്നുന്ന ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്ന സ്റ്റോക്കിൽ ജസ്റ്റ് അതിൻ്റെ ചെയ്യാനിലൊക്കെ എടുത്ത് നോക്കുക. വെറുതെ ഇതാക്കുക. നിങ്ങൾക്ക് ഒരു മാനസികമായിട്ട് ഇത് കുഴപ്പമില്ല, ലാഭമുള്ള കമ്പനിയാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഇതാക്കുക. ബാക്കിയൊക്കെ എവിടെ നിന്നും വരും. അതിന് എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും. അത് ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും ഇപ്പോൾ കമ്പനിയെക്കുറിച്ച് അത് നഷ്ടത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇപ്പോൾ വോഡഫോൺ ഐഡിയയൊക്കെ ഇപ്പോൾ ഭയങ്കര നഷ്ടത്തിലല്ല എല്ലാ വർഷവും പോണേ. പിന്നെ അതിലേക്ക് ആവറേജ് ചെയ്യാനൊന്നും ഞാൻ ഇപ്പോൾ ആരും ചെയ്യൂല. അപ്പോൾ അതേപോലെ ഒരു ന്യൂസൊന്നും ഇപ്പോൾ ഈ പ്രകാശ് പൈപ്പ് കാസ്ട്രോളിനൊന്നും വന്നിട്ടില്ല. ബാങ്കിനൊക്കെ ആണെങ്കിൽ കൂടി തന്നെ. വോഡഫോൺ ഐഡിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതേ സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആവറേജ് പിന്നെ വാങ്ങില്ല. കാരണം അത് ഓൾറെഡി മൈനസ് ആണ്. അതിൻ്റെ പ്രോഫിറ്റുകളൊന്നും കിട്ടുന്നില്ല. ലോസിലേക്ക് തന്നെയാണ് പോകുന്നത്. അതാണ് അതിൻ്റെ ഫിനാൻഷ്യലൊക്കെ വെറുതെ എടുത്ത് നോക്കിയാൽ കാണാം നമുക്ക്. ആ കമ്പനിയുടെ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ബാക്കി എന്തെങ്കിലും കൊണ്ടേ പറയാം. ഇതേപോലെയൊക്കെ തന്നെ ചെറിയ വീഡിയോ ആണ്, സാധാരണക്കാരൻ്റേതായ രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ഓക്കെ, എന്നാൽ അങ്ങനെ ബൈ. അപ്പോൾ